നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ നന്നായിട്ട് മെലിഞ്ഞിരിക്കുവാണെങ്കിൽ ആൾക്കാർ ചോദിക്കും, അയ്യോ എന്തു പറ്റി, വല്ലാതങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, ആശുപത്രിയിലൊന്ന് പോയി നോക്കണം കേട്ടോ, എന്തോ അസുഖമുണ്ട്. ഇനി എങ്ങാനും നമ്മൾ തടി വെച്ചിരിക്കുവാണെങ്കിൽ പറയും, അയ്യോ ഇത് ഏത് കടയിലെ അരിയാ കഴിക്കുന്നത്, ഭയങ്കര തടിയാണല്ലോ. നന്നായിട്ട് പ്രായം തോന്നിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആളുകൾ അങ്ങനെ തന്നെയാണ് കേട്ടോ, എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വിചാരിക്കേണ്ട നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന എങ്ങനെയാ, അത്ര മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള അത്ര അളവിൽ കഴിക്കാതിരുന്നാൽ മതി. ഓരോന്നും കഴിക്കുന്നതിന് ഓരോ അളവുണ്ട്. സോ നമ്മൾ 3 നേരത്തെ ഫുഡിൽ നമ്മൾ പ്രോട്ടീൻ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന പോലത്തെ കുറച്ച് സാലഡ്സ് വലിയൊരു ബൗളിനകത്ത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെയും ഡിന്നറിന്റെയും കൂടെ ഒരു പോർഷനായിട്ട് ഈ സാലഡ് കഴിക്കാൻ പറ്റും. മിക്ക ആൾക്കാർക്ക് ഈ സാലഡ് അരിയുന്നതാണ് ഭയങ്കര ഒരു മടിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി രാവിലെ തന്നെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്കും രാത്രിയും കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുക. കുറച്ച് ചീസും ഒലീവ്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സോസ് കണ്ടോ, ഇത് എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താ സോസ് ഒഴിക്കുന്നത്. കുറച്ച് പുളിയൊക്കെ ഉള്ളൊരു സോസാണ്, അത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഉപ്പും കുരുമുളകും ഒന്നും ചേർക്കാതാണ് കേട്ടോ കഴിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്തിട്ട് കഴിക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.